കേൾക്കണമോ? മമ്മൂട്ടിയുടെ ലാലേട്ടന്റെ സിനിമയിലുള്ള കഥയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന സംഭവമാ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നന്നാണെന്ന് തോന്നുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പഠിക്കുന്ന ബുസ്താനിലും മദ്രസയിൽ നാളെ നീ വരുക, പള്ളിയിലേക്കും വരുക. ശരി, നാളെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാമു അലൈക്കും. ഞാനൊരു പ്രസംഗികനല്ല, എനിക്ക് പ്രസംഗം അറിയുകയുമില്ല. എങ്കിലും വന്ന സ്ഥിതിക്ക് 2 വാക്ക് സംസാരിക്കാൻ മോഹമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ലോക നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിനമാണ്. നബിയുടെ കാരുണ്യത്തെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ തലയുടെ ചുമട് താഴെ വെച്ച് നിൽക്കുന്നതായി നബിക്ക് കണ്ടു. നബി ആ സ്ത്രീയുടെ അടുത്ത് പോയി ചോദിച്ചു, എന്താ ഉമ്മാമ ഇവിടെ നിൽക്കുന്നത്? ആ സ്ത്രീ മറുപടി പറഞ്ഞു, മനെ ഈ ചുമട് വീട്ടിലെത്തിക്കാൻ കഴിയാത്ത വിഷമത്തിലാണ് ഞാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ തലയിൽ വെച്ച് ആ സ്ത്രീയുടെ വീട്ടിലെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ പറഞ്ഞു, വല്ലതും തരണമെന്ന് വെച്ചാൽ കയ്യിലൊന്നുമില്ല, പക്ഷേ ഒരു ഉപദേശം തരാം. മക്കയിൽ ഒരു മുഹമ്മദ് ഇറങ്ങിയിട്ടുണ്ട്, ആ മുഹമ്മദിന്റെ വലയിൽ കുടുങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു പറഞ്ഞു, ആ മുഹമ്മദ് ഞാൻ തന്നെയാണെന്ന്. അപ്പോൾ ആ സ്ത്രീ അവിടെ വെച്ച് തന്റെ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഇത്രയും പറഞ്ഞ് എന്റെ കൊച്ചു പ്രസംഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷരെ അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണല്ലോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ക്രിസ്തു വർഷം 571 ഏപ്രിൽ 21 തിങ്കളാഴ്ച സുബഹിയോടടുത്താണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നടക്കുന്നത്. അന്ന് മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ആജ്ഞായുള്ള പടങ്ങൾ നവോശമായി ഹിസ്ര കോട്ട തകർന്നു വീണ്, ബിംബങ്ങൾ തലകുത്തി വീണ്, ഇങ്ങനെ പലതും സംഭവിച്ചു. ഈ ലോകത്തെ എന്നെയും നിങ്ങളെയും നമ്മുടെ ഉപ്പാപ്പയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ സൃഷ്ടിച്ചു വെച്ചതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രകാശത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ ഇപ്പോൾ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ പ്രസംഗിക്കാൻ നിങ്ങൾക്കിത് കേൾക്കുവാനും സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. മുസ്തഫ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ കൂടിയത്. നാം സ്വന്തം ഉപ്പയെക്കാളും ഉമ്മയെക്കാളും വളരെ അധികം സ്നേഹിക്കേണ്ട നബിതങ്ങളാണ്. നബിതങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല. നമ്മെ മുസ്ലിമാപ്പിക്കത് വലിയ ഭാഗ്യമാണ്. അബ്ദുള്ളയുടെ ആമിനയുടെ പ്രിയപ്പെട്ട പിറന്ന മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ജനിച്ചത്. ഇത്ര പറഞ്ഞ എന്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബദറുൽ ഹുദാ യാസീന നബി ഖറജ അന്നേരം വള മൂടണ്ണം കെട്ടിടയതിലുണ്ട് അവയവർണ്ണമതാൻ പിൻരണ്ടും മസവത് മാമേ സദത കുടൈ കോൾ പങ്കും തിരുകരമോരണ്ട തദിന നബി തോളർ മിസ് അബിലീണ്ടർ അവരത് തനെ പിടിച്ചെയ്താറ്റൽ മുമ്പിലെ നിലയാകൈ ബദർ ഹുദായാസീന നബി ഹറജ അന്നോടി മൂടെണ്ണം കെട്ടിടയതിലുണ്ട് അവയവർണ്ണമതാം പിൻരണ്ടും നസവത് മാമേ. അധ്യക്ഷരെ ബഹുമാനിയായ നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഭവകുലിയായ ജീവിതത്തിൽ നിന്ന് ഒരോട് സമർപ്പിക്കുകയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ. മദീനയിലേക്ക് ഒരു മടക്കയാത്ര. ഇസ്ലാം
ഉണ്ടായി. ഒരിക്കൽ അറബിയുടേതായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് അദ്ദേഹം ഒരു ആവശ്യം അറിയിച്ചു. എന്തായിരുന്നു അത്? നമുക്കൊന്ന് നോക്കാം. ോടുള്ള ഓർമ്മകൾ എന്നെ വല്ലാതെ പിടികൂടുന്നു. ഞാൻ അസ്വസ്ഥനാണ്. നിർബന്ധത്തിന് വഴങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം നൽകി ബിലാൽ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ താമസിച്ചു. ഇതോടുകൂടി കഥാപ്രസംഗം അവസാനിച്ചു. കുട്ടികൾ അക്ഷരത്തിലേക്ക് ശബ്ദം ഉണ്ടാക്കരുത്. 146 ആഷിഖ് ആൻഡ് ബാക്കി. ആഷിഖ് ഹുസൈൻ സ്വാദ്. പാട്ട് പാടാന് വന്നതാണല്ലോ, സ്റ്റേജിൽ കയറുമ്പോൾ കൊട്ടുന്നില്ലല്ലോ. വിധിയുണ്ടെങ്കിൽ അർത്ഥങ്ങളും പാടിത്തരാം. ഞങ്ങൾ രണ്ടാളും ഒന്നില്ലല്ലോ. പാട്ട് പാടാന് വന്നതാണല്ലോ, സ്റ്റേജിൽ എത്തുമ്പോൾ കൊട്ടുന്നില്ലല്ലോ. വിധിയുണ്ടെങ്കിൽ അർത്ഥങ്ങളും പാടിത്തരാം. ഞങ്ങൾ രണ്ടാളും ഒന്നിലാണല്ലോ. പാട്ട് പാടാന് വന്നതാണല്ലോ, സ്റ്റേജിൽ എത്തുമ്പോൾ കൊട്ടുന്നില്ലല്ലോ. വിധി ഉണ്ടെങ്കിൽ അടുത്ത കാലം പാടിത്തരാം. അസ്സലാമലൈക്കും. സലാമും ചൊരിഞ്ഞിടട്ടെ. മുത്തനബിയേ ചൊരിഞ്ഞിടട്ടെ. സല്ലി റബ്ബന അലൈഹി സലാം സയ്യിദുൽ അലമീനായ റസൂലുൽ സലാം. സല്ലി റബ്ബന അലൈഹി സലാം സയ്യിദുൽ അലമീനായ റസൂലുൽ സലാം. ആകാശ പുണ്ണിലവൻ ആരംഭകൊത്തും നേരം ആരംഭപ്പൂവേ ഈ മണ്ണും വേണം മാതും ചോദി പറഞ്ഞ
പരിപാടി ഏറ്റെടുത്ത കുട്ടികൾ ആരും എവിടെയും പോവരുത്. ഇവിടെ സദസ്സിൽ തന്നെ ഇരിക്കണം. അടുത്ത ജസ്റ്റ് നമ്പർ 134. ഏറ്റം ശറഫുറ്റരേ ആറ്റൽ റസൂലുള്ളാഹി ഏറെ നിഅമത്തുകൾ ഏകും ഹബീബായരേ ഏറ്റം ശറഫുറ്റരേ ആറ്റൽ റസൂലുള്ളാഹി അങ്ങ് പറഞ്ഞതെല്ലാം ഇന്ന് പുലർന്നിടുന്നേ മുത്തിൻ വചനമല്ല തേനിൻ മധുരമല്ല ഏറ്റം ശറഫുറ്റരേ ആറ്റൽ റസൂലുള്ളാഹി സ്നേഹം ചൊരിഞ്ഞിടുവാൻ ശാന്തി പരത്തിടുവാൻ പാവം കഴുകുന്നവരെ ഏറ്റം ശറഫുറ്റരേ ആറ്റൽ റസൂലുള്ളാഹി ഏറെ നിഅമത്തുകൾ ഏകും ഹബീബായരേ. അസ്സലാമു അലൈക്കും. എല്ലാവരും സദസ്സിൽ തന്നെ ഇരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അടുത്തായി 128 ആൻഡ് മാണിക്കാക്കല്ലിൻ തെളിവായി മക്ക മണ്ണിൽ പൊന്നണിയായി മധ്യലോകം ആദരിക്കും ത്വാഹ നബിയോരേ ത്വാഹ നബിയോരേ മുർസലിൻ മികവാർന്ന നേതാ മുസ്തഫ നബിയായ രാജ
ജസ്റ്റ് നമ്പർ 128 136 അസ്സലാമലൈക്കും. തൗഹീദിൻ തങ്ങൾ മകത്തൊലിച്ചു തൈബാപാതിയിൽ കുഞ്ഞി പിറന്നു മാലാകാരാകെയും മുടത്തിലാടി മാലാക്കന്മാർ വന്ന് തലോലം പാടി മുസ്തഫ അരമ്പതാഹ മുസ്തഫ ആമീൻ ബീബിയിൽ അശംതുദിക്കും ആശാപൂന്തീപം പ്രകാശം ചൊരിയും അരമ്പതാഹ മുസ്തഫ അരമ്പതാഹ അരമ്പതാഹ മുസ്തഫ അരമ്പതാഹ തൗഹീദിൻ തങ്ങൾ മകത്തൊലിച്ചു തൈബാപാതിയിൽ കുഞ്ഞി പിറന്നു മാലാകരാകെയും മുടത്തിലാടി മാലാകന്മാർ വന്ന് തലോലം പാടി അരമ്പതാഹ മുസ്തഫ അരമ്പതാഹ അരമ്പതാഹ മുസ്തഫ അരമ്പതാഹ അസ്സലാമു അലൈക്കും. അടുത്തതായി 136 കഴിഞ്ഞ 127 അടുത്തത് 154 തയ്യാറാവുക. അടുത്തതായി 154 ആൻഡ് ബാ 154 ആൻഡ് ബാ സമ്പൂർണ്ണ
അടുത്തത് 138. ജസ്റ്റ് നമ്പർ 138. അടുത്തതായി 109. ലോകത്താമാനം നടന്നുകൊണ്ടിരിക്കില്ല. കാരണം ഈ ഭൂമി തുടങ്ങിയ വിസ്തീർണമായ സകലം കാരണം ഈ ദിനത്തിൽ നമുക്കൊരു സദക്ക നമുക്ക് വായിക്കാം. വിദ്യാർത്ഥികളെ അസ്സലാമു അലൈക്കും. ഇന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. എല്ലായിടത്തും മുക്കിലും മൂലയിലും വസല്ലമയുടെ കീർത്തനങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നടന്നുകൊണ്ട് ഇന്ത്യയുമായി പാടി പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഭാഗവൻ കഴിഞ്ഞതിൽ റബ്ബിനെ സ്തുതിക്കുന്നു. അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലി നിർത്തുന്നു. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لبسالم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم آمين تذكر جيران بسي سلامي ما زدت الأمرا بقريدامي يا لبسالم دائما على حبيبك الحق كلهم أم حريه من القاء ظالمة وما أغبركوا الله الماء من حلم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فما لي عينك إن قلت كفاها وما لي قلبك إن قلت يهمي مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الله أكبر الله أكبر الله أكبر പ്രസംഗത്തിന് വേണ്ടി കയറി വന്നതായിരിക്കുന്നു. ഇവിടെ നിന്ന് പോരാണ് എന്റെ മുമ്പിൽ മൈക്കിൽ ഒരുപാട് ആളുകൾ ഉള്ളത് കാണുന്നത്. എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ഏതായാലും ഈ വേദിയിൽ കയറിയതിന് ഞാൻ അല്പം പറയട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ച ജനിച്ച മാസം റബീഉൽ ജന്മാഘോഷിക്കാൻ എല്ലാവർക്കും കടമയാണ്. ഇത്രയാണ് എന്റെ പ്രസംഗം. ഞാൻ അസ്സലാമു അലൈക്കും. നിത്യശാന്തിയേകും നാട്ടുകാര കൈകൂട്ടുകാര എന്റെ കണ്ണിലെ പൂർണ്ണചന്ദ്രനെ സത്യമൊതുക്കാൻ സകിനെ തന്നു പോയ രംജനല്ലേ നിത്യശാന്തിയേകും നാട്ടുകാര കൈറിന്റെ കൂട്ടുകാര എന്റെ കൽബിലെ പുതിയുള്ള റൗളയൊന്ന് കാണാൻ
ഫാത്തിമ സഹ്റാ ബീബി ഫാത്തിമ സഹ്റാ മുത്ത് നബിയുടെ ആനപുത്രി ഫാത്തിമ സഹ്റാ ബീബി ഫാത്തിമ സഹ്റാ ഭവനദീൻ ഇസ്ലാം മതത്തിൽ പൂവികൾ നാരികളാകെ വിനൊന്ന് ഭവനദീൻ ഇസ്ലാം മതത്തിൽ പൂവികൾ നാരികളാകെ വിനൊന്ന് സത്യഗുണത്തിൽ ഒരുത്തമ മാതൃക ഫാത്തിമത്ത് സഹ്റാ ബീബി ഫാത്തിമത്ത് സഹ്റാ മുത്തനബിയുടെ ഓമന പുത്രി ഫാത്തിമത്ത് സഹ്റാ മുത്ത് അലിയിൻ ഉത്തമ ബീബി ഫാത്തിമത്ത് സഹ്റാ ബീബി ഫാത്തിമത്ത് സഹ്റാ അധികം പെണ്ണാണ് നബികളുടെ ഹക്കാണ് അവിടെ രക്ഷയുണ്ട് സോദരി നരകത്തിലധികം പെണ്ണാണ് നബി കണ്ടക്കാണ് അവിടെ സോദരി സോദരി നാവിനെ ദൂഷിച്ചിരിക്കും മുമ്പേ സ്വർഗത്തിലൊന്നെത്തിക്കുമോ നാവിനെ ദൂഷിച്ച് തീർക്കും മുമ്പേ സ്വർഗത്തിലൊന്നെത്തിക്കുമോ റോസാപൂവിൻ കനിയായി ഏറിയാണ് സോദരി സോദരി നബി കണ്ടത് ഹക്കാണ് സോദരി അല്ലയോ തങ്കക്കിയാണ് പൊന്നു ഫാത്തിമ മലർമണിയാം ഫാത്തിമ സ്വർഗത്തോപ്പിലെ പൂണ് സുഗന്ധത്തിൻ മധുവാണ് സുന്ദരിയായ ഒരു മോളാണ് നബി മകളാ ഫാത്തിമ മലർമണിയാ ഫാത്തിമ ബീബി ഖദീജ ഓമനിച്ച് വളർത്തിയത് സ്നേഹ സൗമ്യ നിലാവൊളി പോലെ ഫാത്തിമ മലർമണി ആറ്റൽ നബിയുടെ മോളാണ് കമറോണിലെങ്കും ചേലാണ് അലിയാർ തങ്ങൾ സഖിയാണ് പൊന്നു പോവാ ഫാത്തിമ മലർമണിയാ ഫാത്തിമ കൽബിറപ്പിൻ ഒപ്പളിലെങ്കും ചുണ്ടിലീമാനിൻ ചിരിമിന്നും സ്ത്രീകുലത്തിൻ നാദശഫാഅത്തെയും സ്വർഗ്ഗമായിടും കൽബിറപ്പിൻ ഒപ്പളിലെങ്കും ചുണ്ടിലീമാനിൻ ചിരിമിന്നും സ്ത്രീനാദരബി ശഫാഅത്തെയും സ്വർഗ്ഗമായിടും
ഉമ്മാമിന കൺമണി വിരിച്ചു മണ്ണിൽ തെളിയുന്നു കണ്ണൊളിയുന്നു വിണ്ണിൽ ഉമ്മദിയാമിന കൺമണി പൂങ്കുയിക്കുന്നേ അക്രമമതിഞ്ഞാട്ടം നടക്കുന്നതവിടെ അൽമതി നിർജനം നടക്കുന്നതവിടെ അജ്ഞത കുറത്തി വരുത്തുന്നതവിടെ പുതുപുലരി വിരിച്ചു മണ്ണിൽ തെളിയുന്നു നില്ലൊന്നു വിണ്ണിൽ ഉമയാം ആമിന കൺമണി പൂങ്കുയിലൊതിക്കുന്നേ അല്ലമിൻ മാറ്റി പിറക്കുന്നതവിടെ അജ്ഞത കുറത്തിയും നടക്കുന്നത് പുലരി വിരിച്ചു മണ്ണിൽ തെളിയുന്നു കണ്ണിലൊളിയുന്നു വിണ്ടിയാം ആമിന പൂങ്കുയിലൊതിക്കുന്ന എന്നും ക്ലാസ്സിൽ ഫസ്റ്റവനാ ഉമ്മ പറയുമ്പോൾ ഓനെ നന്നായി നടക്കുന്നോൻ ഉപ്പാനെ അനുസരിക്കും ജമാലിമോൻ ഉസ്താദിനെ ബഹുമാനിക്കും ജമാലിമോൻ ഓൻ അല്ലാഹുവിനെ വഴിപ്പെടും റസൂലിനെ ഹുബുവക്കും ഓർക്കും മൗലൂദ് ഓതും ജമാലിമോൻ ഓർക്കും വേണ്ടി മൗലൂദ് ഓതും ജമാലിമോൻ നല്ല വഴി നടക്കും ജമാലിമോൻ നല്ല കുടിയിരിക്കും ജമാലിമോൻ അഹങ്കാരം അവനില്ല അഹംഭാവം അവനില്ല വിനയത്തിഴവനൊന്നും നടന്നിരിക്കും വിനയത്തിഴവനൊന്നും നടന്നിരിക്കും ജമാല് പഠിക്കുന്ന എന്നും ക്ലാസ്സിൽ ഫസ്റ്റവനാ أنا شاهد حمدي الله عالم كل شيء أنا أحمد وكوي الله عالم الله നീയില്ലാത്തൊരു കണ്ണീർ കലവിൽ നീയില്ലാത്തൊരു പൂന്തോണി ദുഃഖം നിറയും കൂട്ടിനുള്ളിൽ വെള്ളാക്കളിയും നീയാണ് റഹിമേ നീ ഒഴുകെ അഭയസ്നം ഒരുപോലെ ഇല്ല ജനാനെ നീ ഒഴുകെ നേടാനൊരു പോലെ കാത്തു വെച്ചൊരു പോനവി എന്മേരിക്കോണിൽ ഓർത്തു വെച്ചൊരു പോനവി എന്റെ കൽവിലായി കാത്തു വെച്ചൊരു പോനവി എന്മേരിക്കൽ ഓർത്തു വെച്ചൊരു പോനവി ചെല്ലമോ എന്നിടോ പറയുമോ മിളത് ചാന്തിയായി വന്നിതാ ഇഷ്കിലായി ചേർന്നിതാ നബിയേ നബിയേ സ്നേഹം മലരെ മലരെ നബിയേ നബിയേ സ്നേഹം മലരെ മലരെ നബിയെ സ്വപ്നം കാണാൻ കവിളന്ന
നക്ഷത്രങ്ങൾക്ക് എത്ര മൂലകളുണ്ട്? നക്ഷത്രങ്ങൾക്ക് എത്ര മൂലയുണ്ട്? 8 4 5 മൂലകളുണ്ട് നക്ഷത്രത്തിന്. ഖുർആൻ ഇറങ്ങിയ മല ഏതാ? ഖുർആൻ ഇറങ്ങിയ മലയില്ലേ, ആ മലയുടെ പേരെന്താ? ഒരു ഗുഹയിൽ ഇറങ്ങിയ ഖുർആൻ, ആ മലയുടെ പേരെന്താ? അറിയില്ല. പേര് സ്വർഗത്തുനിന്ന് ഇറങ്ങിയ കല്ലിന്റെ പേര്, ഇറക്കിയില്ലേ സ്വർഗത്തുനിന്ന്, ആ കല്ലിന്റെ പേര്. അറിയാം. ആരുടെ ഭാര്യമാരുടെ കൂടെയാണ് താമസമായിട്ടുള്ളത്? അതെല്ലാം ഇവിടെ വെച്ചാണ് പഠിക്കേണ്ടത്. ഞാൻ പഠിക്കുന്ന ബുസ്താനിലുള്ള മദ്രസയിൽ വരിക. നീ തയ്യാറാണ്? ഞാൻ നിന്റെ കൂടെ വരാം. കുഞ്ഞുങ്ങൾക്കും ആഘോഷത്തിനുമാണ്. ഇതോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ ഈ വേദിയിൽ ഒരു ക്വിസ് പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ഗാന്ധിജിയുടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാനുള്ള ബുദ്ധി പോലും നിനക്കില്ലല്ലോ, കഷ്ടം. മോനെ അക്രഡ്, നീ പറ. ക്രിസ്മസ് അപ്പൂപ്പന്റെ അല്ലേ? നീ അയാളുടെ പേര് കുട്ടിയാണ് അപ്പൂപ്പ എന്ന് വിളിക്കാൻ. മാലിക് പറ. മിണ്ടാതിരിയടാ. യൂസുഫ് പറയൂ. ഉത്തരം വളരെ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം യൂസുഫിനോടാണ്. ഖുലഫാഉ റാഷിദീങ്ങൾ ആരെല്ലാം? നീ ആരെടുക്കുകയാണോ? അതോ നിന്റെ ആരെങ്കിലുമാണോ ഇവർ? മാലിക്, നീ പറയടാ. അറിയില്ലെങ്കിൽ പറയണ്ട. അക്രീഡ്. ഇതിനുത്തരം ഉസ്താദിനറിയോ? എനിക്കറിയാം. പിന്നെന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? മിണ്ടാതിരിക്കും. പറ. ഉത്തരം 4 ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം. നമ്മുടെ നബിയുടെ പേരെന്ത്? അക്മൽ പറയൂ. ആവില്ല. അത് നിന്റെ അക്രീഡ് പറയൂ. ഇതിന്റെ ആൻസർ ഞാൻ കുറച്ചു പറഞ്ഞതാണ്. പ്രോഗ്രാമോ? ഉസ്താദ് കുറച്ചു പറഞ്ഞ കാര്യം പൊട്ടൻ. മാലിക് പറയൂ. നിന്റെ പേര് ചോദിച്ചാൽ നീയൊക്കെ അറിയില്ല എന്ന് പറയൂ. യൂസുഫ് പറയൂ. കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ് ലാലി റളിയല്ലാഹു അൻഹു. എന്നാൽ നബി തങ്ങളുടെ മകളുടെ പേരെന്താണ്? യൂസുഫ് പറയൂ. വീട്ടിൽ തമിഴും അക്മൽ പറയൂ. പേരിട്ടവരോട് തന്നെ ചോദിക്കണം. അതെനിക്കറിയാം. എന്നെ ഓടിപ്പിക്കണ്ട. അക്രീഡ് പറയൂ. നമ്മളോ മറ്റോ? നമ്മളെ മറ്റോ തന്നെ. അറിയുമെങ്കിൽ ഉത്തരം പറ. അറിയില്ല എങ്കിലും ആരെ കണ്ട? മാലിക് പറ. വെരി ഗുഡ് ആൻസർ. ശരി. ചെറിയ സൂറത്ത് ഏത്? മാലിക് പറയൂ. അത് ഏറ്റവും വലുത്. അക്മൽ പറ. അത് നീ മരിക്കുമ്പോൾ ഞങ്ങൾ ഓതിക്കൊള്ളാം. അക്രീഡ് പറ. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം അക്രീഡിയോടാണ്. ഇതിനുത്തരം പറയാത്തവൻ മണ്ടനാണ്. നോമ്പ് തുറക്കുമ്പോൾ എന്താണ് പറയേണ്ടത്?
ഈ ഉസ്താദ് കുറച്ചു മുമ്പ് ബാങ്ക് കൊടുത്താ എന്താ? താനൊക്കെ നോമ്പ് നോക്കി അങ്ങനെ പട്ടിണി കിടന്നത് പോലെയാകും. അപ്പോൾ പറ ഉമ്മ സറോത്ത് കൊണ്ടാ മാറ്റമല്ലേ ഓർമ്മയുള്ളൂ. യൂസുഫ് പറ. യാ ഉമ്മ ബാങ്ക് കൊടുത്ത ആശ്വാസമായി. വെരി ഗുഡ്. നിന്റെ നോമ്പ് കൂടെ നേരെയായല്ലോ. അൽഹംദുലില്ലാ. നെക്സ്റ്റ് ചോദ്യം. സ്വന്തം മകനെ ബലിയെറുക്കാൻ തയ്യാറായ നബി ഏത്? യൂസുഫ് പറയൂ. കസായി. ഉത്തരം ശരിയാണ്. നല്ല സുജൂദിലേക്ക് ഞാൻ പോകുന്നു. താനൊക്കെ നിസ്കരിച്ച് കാര്യമുണ്ടോ? മോലിക് പറ. എത്ര നൊട്ടടിയൊന്നും കൊല്ലത്തിലടിക്കൽ നിസ്കരിക്കുമ്പോൾ നൊട്ടടിയാതിരിക്കും. യൂസുഫ് പറ. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. അല്ലാഹുവിനെ പാടി വൈത്തത് അഫ്രീദി പറയും. അവതരിപ്പിക്കാൻ ഇതെന്താ DJ പാട്ടോ? അക്മൽ പറ. യൂസുഫ് പറ. മുജിബിനെ കാണാൻ എന്തൊരു ചേല. ഈ മുജീബ് ആരാ? മാലിക് പറ. ടീമിന്റെ ക്യാപ്റ്റനായി യൂസുഫ് പറയൂ. ഗാന്ധിജി. അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്യാപ്റ്റനാണ്. അഫ്രീദി പറ. ഞാനാ? നീയോ? അതെ, അപ്പിടിയാ. എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു. അക്മൽ പറ. പ്രതിഭ പാട്ടീൽ. എന്ത്? രാഷ്ട്രപതി. ആനക്കാരൻ പറയുമ്പോൾ ചേനക്കാരൻ പറയണ്ട. അപ്പൊ ഇന്ത്യയിലെ ക്യാപ്റ്റൻ ആനയാണല്ലേ? അതെ, ആനയാ. പുലിയാനാ. മാലിക് പറ. യുവരാജ് സിംഗ് ധോണി. യുവരാജ് സിംഗ് ധോണിയോ? അല്ല, MS ധോണി. നീയെങ്കിലും ഉത്തരം പറഞ്ഞല്ലോ. 24 മണി പറ. ജൗക്ക്. താനൊക്കെ അഫ്രീദി പറ. കുളത്തിച്ചെടി. അതിന്റെ വീടിന്റെ മുറ്റത്ത് നടന്ന് ചെടിയല്ലേ? യൂസുഫ് പറ. മോളെ. അത് കടലാസ് ഉണ്ടാക്കുന്ന മോനമ്മ. അക്മൽ പറ. ഉത്തരം ശരിയാണ്. അടുത്ത അക്മൽ പറ. ഉസ്താദ് ഇത്ര കഷ്ടമുള്ള ചോദ്യമൊന്നും ചോദിക്കണ്ട. ബുദ്ധിയുള്ളവർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റും. നമ്മളൊക്കെ കേരളീയാണല്ലോ. നമ്മുടെ സംസ്ഥാനം ഏത്? മാലിക് പറയൂ. അതിന്റെ വീട്? അഫ്രീദി പറ. ഉടോട്ട്. ഭാഗത്ത് നിന്നാൽ മണ്ടത്തിനുമേ നീ പറയൂ. യൂസുഫ് പറ. കോളരം. സോറി, കേരളം. കുട്ടു. എന്റെ ഒന്ന് കിട്ടും. യൂസുഫ് പറ. അച്ചിമിച്ചി. ബാക്കി പറയണ്ട. മാലിക് പറ. ലുഡുവല്ല. അഫ്രീദി പറ. ഹോക്കി. ഇത്ര വളരെ ദീപിക്കല്ലേ? അഫ്രീദി പറ. സാഗർ കല്യാർ ജാക്കി. അപ്പോൾ ജാക്കിയുടെ ജോക്കി അറിയാൻ നീ അറിഞ്ഞില്ലേ? മാലിക് പറ. ന്യായാവിയല്ലേ? കുട്ടൂസൻ. അക്മൽ പറ. മെഗാസ്റ്റാർ മമ്മൂക്കയുടെ പഴശ്ശിരാജ. മെഗാസ്റ്റാർ മമ്മൂക്കയാണെന്ന് എല്ലാവർക്കും അറിയാം. ആവർത്തി അറിയണ്ട. അടുത്ത ചോദ്യം കുസൃതി ചോദ്യമാണ്. ഏറ്റവും ചെറിയ ആന ഏത്? അഫ്രീദി പറ. സഫ്വാന. അതേതാണ്? അക്മൽ പറ. ഇർഫാൻ അല്ലെങ്കിൽ ഫർസാന. അതായത് നിന്റെ കെട്ടിയോളാം. യൂസുഫ് പറ. ഗുരിയാന. നിന്റെ പേര് നിന്റെ കുതിര. വെരി ഗുഡ്. ഉത്തരം തെറ്റ്. അഫ്രീദി പറയൂ. തന്റെ പേര് പറയില്ലടാ. അക്മൽ പറ. ബെൽറ്റായി. ഇന്നത്തെ സ്കൂളിൽ പോയിട്ട് ഒരു ഉപകാരവുമില്ല. മാലിക് പറ. കടുവ. നീയാണോ?